വെറും 1800 രൂപയ്ക്ക് കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അമ്പോളി ഘട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്വർഗതുല്യമായ അമ്പോളി വാട്ടർഫോളിന്റെയും ബാബ വാട്ടർഫോളിന്റെയും ട്രാവൽ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്പോളിഘട്ട് യാത്ര തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിക്കുകയാണ്. 2:40 ഇൻഡോർ കൊച്ചുവേണി ട്രെയിനിലാണ് നമ്മൾ പുറപ്പെടുന്നത്. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ട്രാവലൈഡ് ടീമിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റ് ടു കാലിക്കറ്റ് ആണ് അവരുടെ ട്രിപ്പ് പാക്കേജ് ഉള്ളത്. എങ്കിലും കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ടീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് മഹാരാഷ്ട്രയിലെ അമ്പോളിഘട്ട് മുഴുവനും 1 ഡേയിൽ കവർ ചെയ്തു വരുന്ന ഈ ട്രിപ്പിൽ ഫുഡും ട്രാവൽ എക്സ്പെൻസും എൻട്രി ഫീയും ഒരു ഗൈഡും ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മൾ വെളുപ്പിനെ 5:30 കൂടിയിട്ട് കുടൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. എവിടെ നോക്കിയാലും പെയിന്റിങ്ങും ശില്പങ്ങളും ഒക്കെ നിറഞ്ഞ നീറ്റായ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നമ്മളൊന്ന് ഫ്രഷായി റെഡി ആയപ്പോഴേക്കും നമുക്കുള്ള വണ്ടി എത്തി. 20ഓളം പേരടങ്ങുന്ന ഞങ്ങളുടെ ടീം ട്രാവലറിൽ കയറി അമ്പോളിയിലേക്ക് പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അമ്പോളി വാട്ടർഫോളിലേക്ക് 47 കിലോമീറ്ററോളം ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 1.25 മണിക്കൂർ യാത്ര. മഴക്കാലമായതിനാലും അതിരാവിലെ ആയതിനാലും ഈ കോടമഞ്ഞ് നിറഞ്ഞ വഴി ആവേശം കൂട്ടാൻ തുടങ്ങി. കാരണം ഒരുപാട് നാളത്തെ ഒരു സ്വപ്നയാത്രയാണിത്. അങ്ങനെ നമ്മുടെ സ്വപ്നഭൂമി അമ്പോളി വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്പോളി വാട്ടർഫോളിൻ്റെ എൻട്രി പോയിന്റ് ആണിത്. അതിരാവിലെ പ്രവേശന ഫീ ഫ്രീ ആണ്. അല്ലാത്ത സമയം പെർ ഹെഡ് 20 രൂപയാണ് ഈടാക്കുന്നത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കൊങ്കൺ മേഖലയിലെ ഏറ്റവും മനോഹര പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണിത്. ഈ ചവിട്ടുപടികളിലൂടെ പതഞ്ഞിറങ്ങുന്ന വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, സ്വർഗ കവാടം തുറന്നു കിടക്കുന്നത് പോലെ ഒരു സ്വർഗീയ അനുഭവം തോന്നും. മൺസൂൺ കാലത്താണ് അമ്പോളി വാട്ടർഫോളിന്റെ മുഴുവൻ സൗന്ദര്യം ഒരുമിച്ച് കാണാനാവുക. കാരണം കോടമഞ്ഞിൽ മറിഞ്ഞിരിക്കുന്ന മലമുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ നേർക്കാഴ്ച പറഞ്ഞറിയിക്കാനാവില്ല. ഒരു സിനിമയുടെ ഫ്രെയിം പോലെ ആർട്ടിഫിഷ്യൽ ആണോ എന്ന് തോന്നിപ്പോകും. കാരണം അത്ര പെർഫെക്റ്റ് ഫ്രെയിമാണിത്. ഈ സ്റ്റെപ്പുകൾ പണിതത് വാട്ടർഫോളിന് അടുത്തേക്ക് സുഗമമായി പോയി കണ്ടാസ്വദിക്കാനായിരുന്നു. അളവിൽ കൂടുതൽ മഴ പെയ്തു തുടങ്ങിയതോടുകൂടി നിറഞ്ഞു കവിഞ്ഞ് ഈ കാണുന്നത് പോലെ ഒഴുകാൻ തുടങ്ങി. അതോടെ വാട്ടർഫോളിന് സ്റ്റെപ്പ് വാട്ടർഫോൾ എന്നു പേരുകൂടി വന്നു. മൺസൂൺ കാലത്ത് മാത്രമേ ഈ സുന്ദര കാഴ്ച കാണാനാവൂ. ഇതിനു മുമ്പ് നേരിട്ടും അല്ലാതെയും ഒരുപാട് വാട്ടർഫോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ കാണുന്ന കാഴ്ച അതാദ്യമായിട്ടാവും. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടാസ്വദിക്കാനേ ഞങ്ങളെല്ലാവരും നിന്നുള്ളൂ. കാരണം ആദ്യ ഡെസ്റ്റിനേഷനിൽ തന്നെ നനയാൻ നിന്നില്ല. അല്ലാതെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ശീതളടിച്ച് നന്നായി കുളിരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഹൈവേയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടും മറ്റു പ്രവേശന കവാടങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ വാട്ടർഫോൾ മുഴുവനായി കാണാനാവും. ഏത് സീസണിലും സഞ്ചാരികളുടെ തിരക്ക് ഇവിടെ കാണാനാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വഴിക്കച്ചവടക്കാരും കച്ചവടവും നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പോളി വാട്ടർഫോൾസിന്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിനായി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായി തിരഞ്ഞെടുത്ത റെസ്റ്റോറൻറ്റിന്റെ ആംബിയൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെയും കോടമഞ്ഞ് തന്നെ താരം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ചു നേരം ചില്ലൊക്കെ ആയി ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് അമ്പോളിയുടെ ഹൃദയഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമായ ബാബ വാട്ടർഫോളിലേക്കാണ്. അമ്പോളി വാട്ടർഫോളിൽ നിന്ന് ബാബ വാട്ടർഫോളിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് ഒരു 3/4 മണിക്കൂർ യാത്ര. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ബാബ വാട്ടർഫോളിന്റെ എൻട്രി ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 100 രൂപ പ്രകാരമാണ് ഇവിടുത്തെ എൻട്രി ഫീ ഈടാക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടക്കാൻ തുടങ്ങുകയാണ്. ഇനി ഒരു ഓഫ് റോഡ് ടൈപ്പ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നടക്കാനാവും. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് വാട്ടർഫോൾസുകൾ ഇവിടെ കാണാനാവും. എല്ലാം ഒന്നിനൊന്നും മെച്ചം. വെള്ളത്തിൽ ഇറങ്ങാനോ ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒരു റെസ്ട്രിക്ഷനും ഇവിടെയില്ല. പിന്നെ നമ്മുടെ വാട്ടർഫോൾസ് ഇതല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇനി അമ്പോളിഘട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു 10-12 കിലോമീറ്ററോളം ഉണ്ട് അമ്പോളിഘട്ട്. അതിൽ തന്നെ 100-ലേറെ വാട്ടർഫോളുകളുടെ ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഗിരിദ്വാരങ്ങളിൽ ഒന്നായിട്ടാണ് അമ്പോളിഘട്ടിനെ കണക്കാക്കുന്നത്. ഈ 100-ലേറെ വാട്ടർഫോളുകളിൽ പ്രധാനപ്പെട്ടവ മാത്രം കണ്ടുപോകുന്ന സഞ്ചാരികളിൽ വിട്ടുപോകുന്ന ഒരു വാട്ടർഫോൾ ആണ് ബാബ വാട്ടർഫോൾ.
അതിന് കാരണമുണ്ട്, പബ്ലിക് ബസ് സർവീസുകളൊന്നും ഇവിടേക്കില്ല. അതുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ചോ അല്ലാതെയോ വരേണ്ടി വരും. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രകൃതി സ്നേഹികളുടെ ഒളിത്താവളം എന്ന് വിശേഷിപ്പിക്കുന്ന കുംഭാവടെ വാട്ടർഫോൾ എന്നറിയപ്പെടുന്ന ബാബ വാട്ടർഫോൾ. സിന്ധുദുർഗ ജില്ലയിലെ കുംഭാവട ഗ്രാമത്തിൽ കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ വാട്ടർഫോൾ കാണാൻ ഏറ്റവും നല്ല സമയം. മറ്റു വാട്ടർഫോളുകളിൽ നിന്ന് ഈ വാട്ടർഫോളിനെ മാറ്റി നിർത്തുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗുഹ തന്നെയാണ്. ഗുഹയുടെ കവാടം വെള്ള തിരശ്ശീലയിൽ മറച്ച പോലെയാണ് വാട്ടർഫോളിൻ്റെ ഒഴുക്ക്. എന്ത് രസാലേ! സന്ദർശകർക്ക് ഈ ഗുഹയുടെ മുമ്പിൽ നിന്നോ അകത്ത് നിന്ന് കയറിയും ആസ്വദിക്കാം. രണ്ടും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം കാഴ്ചയാണ് സമ്മാനിക്കുന്നതെന്ന് തോന്നും. ഇനി ബാബ വാട്ടർഫോളിനെ പറ്റി പറയുവാണെങ്കിൽ ഈ പേര് വരാനൊരു കഥയുണ്ട്. മഹാരാഷ്ട്രയിലെ മുൻ സ്പീക്കറായ പരേതനായ ബാബാ സാഹേബ് കുബേക്കറിന്റെ സ്വകാര്യ സ്വത്താണ് ഈ സ്ഥലം. മഴക്കാലത്തുള്ള മണ്ണിടിച്ചിലിനും മറ്റ് അപകട സാധ്യതയും മുന്നിൽ കണ്ട് അദ്ദേഹം ആദ്യമൊക്കെ ഈ ഏരിയയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരുന്നു. പക്ഷെ വാട്ടർഫോളിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ വന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് കുപ്പേക്കർ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സുരക്ഷാ മുൻകരുതലുകളും ഏർപ്പെടുത്തി പൊതുജനങ്ങൾക്ക് പ്രവേശനം തുറന്നു നൽകി. അതോടെയാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ബാബ വാട്ടർഫോൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പച്ചപ്പരവതാനി വിധിച്ച മലനിരകൾക്കും കോടമഞ്ഞിനും ഇടയിലായി ഏകദേശം 150ഓളം അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകുന്നത്. ആ ശക്തിയിൽ വെള്ളം ശീതക്കാറ്റുപോലെ ആഞ്ഞടിച്ചു വരുന്നത് ഒരു പ്രത്യേക വൈബാണ്. അമ്പോളിയിലെത്തുന്നവർ മറക്കാതെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു വാട്ടർഫോൾ ആണിത്. നമ്മുടെ അമ്പോളി വാട്ടർഫോളിൻ്റെയും ബാബ വാട്ടർഫോളിൻ്റെയും ട്രാവൽ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അമ്പോളിയിലെ ഇതിലും മനോഹരമായ മറ്റു സ്ഥലങ്ങളുടെ യാത്രാവിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.